കാർ ഇൻഷുറൻസിലേക്ക് നമ്മൾ അടയ്ക്കുന്ന പൈസ എങ്ങനെ നമ്മൾ കൂടുതലായിട്ട് സേവ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇതിപ്പോൾ UK പുതിയതായിട്ട് വണ്ടി ഓടിക്കുന്നവരോ അല്ലെങ്കിൽ ഒരുപാട് പൈസ കാർ ഇൻഷുറൻസിലേക്ക് അടയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക. അതായത് നിങ്ങൾ ടെലിമാറ്റിക്സ് അല്ലെങ്കിൽ ബ്ലാക്ക് ബോക്സ് ഇൻഷുറൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? കുറേ പേര് കേട്ടിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ആരും അതിന് ഉപയോഗിച്ച് കാണത്തില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്ലാക്ക് ബോക്സ് ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. ബ്ലാക്ക് ബോക്സ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ടെലിമാറ്റിക്സ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടയ്ക്കുന്ന ഇൻഷുറൻസിനേക്കാൾ ഏകദേശം 25% മുതൽ 30% വരെ നമുക്ക് സേവ് ചെയ്യാവുന്ന ഒരു ഇൻഷുറൻസ് ആണ്. അതായത് നമ്മുടെ ഇൻഷുറൻസ് പ്രൊവൈഡർ നമ്മുടെ വണ്ടിയിൽ ഒരു GPS ബോക്സ് ഫിറ്റ് ചെയ്യുകയും ആ GPS ബോക്സ് നമ്മൾ എങ്ങനെ വണ്ടി ഓടിക്കുന്നു എന്നുള്ള ഇൻഫർമേഷൻസ് ഇൻഷുറൻസ് പ്രൊവൈഡറിന് കറക്റ്റ് സമയത്ത് അയച്ചു കൊടുക്കുന്നു. ഇതനുസരിച്ചാണ് ഇൻഷുറൻസ് പ്രൊവൈഡർ നമ്മുടെ കാർ ഇൻഷുറൻസ് പ്രീമിയം കണക്കാക്കുന്നത്. മെയിനായിട്ട് ഇൻഷുറൻസ് പ്രൊവൈഡർ നോക്കുന്നത് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് അല്ലെങ്കിൽ മൈലേജ്, വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് ബ്ലാക്ക് ബോക്സ് ഇൻഷുറൻസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് 17 തൊട്ട് 24 വയസ്സ് വരെ പ്രായമുള്ള യങ് ആയിട്ടുള്ള ഡ്രൈവേഴ്സാണ്. ഇനി UK പുതിയതായിട്ട് ലൈസൻസ് കിട്ടിയവരാണെങ്കിലും ഈ ഇൻഷുറൻസ് പരിഗണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എക്സ്ട്രാ കെയർഫുൾ ആയി എല്ലാ നിയമവും കറക്റ്റായിട്ട് പാലിക്കുന്നവരൊക്കെ ആണെങ്കിലും അങ്ങനെയുള്ളവർക്കും ഇൻഷുറൻസ് ഒരു ചോയ്സ് തന്നെയാണ്. പിന്നെ നിങ്ങൾ വളരെയധികം കുറച്ച് വണ്ടി മാത്രം ഓടിക്കുന്നവരാണെങ്കിലും ഈ ഇൻഷുറൻസ് പരിഗണിക്കാവുന്നതാണ്. ഇനി രാത്രി അധികം ഡ്രൈവ് ചെയ്യാത്തവരാണെങ്കിലും, പ്രത്യേകിച്ച് രാത്രി 11 മണി തൊട്ട് രാവിലെ 6 മണി വരെയുള്ള സമയം വണ്ടി ഓടിക്കാത്തവരാണെങ്കിലും നിങ്ങൾക്ക് പൈസ ഒരുപാട് സേവ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ബ്ലാക്ക് ബോക്സ് ഇൻഷുറൻസിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പെട്ടെന്നൊന്ന് ഞാൻ ഇവിടെ പറയാം. അതായത് ബ്ലാക്ക് ബോക്സ് ഇൻഷുറൻസിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ബ്ലാക്ക് ബോക്സ് ഇൻഷുറൻസ് നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. 2, ഇനി നിങ്ങളുടെ കാറ് മോഷണം പോയാൽ മറ്റുള്ള വണ്ടികളുടെ പോലെയല്ല, ബ്ലാക്ക് ബോക്സ് ഫിറ്റ് ചെയ്ത കാറുകൾ അത് പെട്ടെന്ന് GPS സിസ്റ്റം വഴി ട്രാക്ക് ചെയ്യാനും പെട്ടെന്ന് കണ്ടുപിടിക്കാനും സാധിക്കുന്നതാണ്. 3, ഇനി വണ്ടി ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് പ്രൊവൈഡർക്ക് അപ്പോൾ തന്നെ അലേർട്ട് കിട്ടുന്ന കാരണം പെട്ടെന്ന് തന്നെ റിക്കവറി കിട്ടുകയും നമ്മൾ കൂടുതൽ സേഫ് ആകുകയും ചെയ്യുന്നു. 4, വണ്ടി ആക്സിഡൻ്റ് ആയാൽ നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് തെളിയിക്കാൻ ബ്ലാക്ക് ബോക്സ് ഇൻഷുറൻസ് വഴി പറ്റുന്നുണ്ട്. ഇനി ബ്ലാക്ക് ബോക്സ് ഇൻഷുറൻസിൻ്റെ ദോഷങ്ങൾ ഞാൻ പെട്ടെന്ന് പറയാം. അതായത് 1 പറയുകയാണെങ്കിൽ, നിങ്ങൾ നന്നായി വണ്ടി ഓടിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം കൂട്ടാനും ഇടയാക്കുന്നു. 2, ചില ബ്ലാക്ക് ബോക്സ് ഇൻഷുറൻസ് കൊടുക്കുന്നവർ രാത്രിയിലോ അല്ലെങ്കിൽ വളരെ അവർ പറയുന്ന സമയത്തൊക്കെ വണ്ടി ഓടിക്കരുതെന്ന് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നമുക്ക് റെസ്ട്രിക്ഷൻസ് തരാൻ സാധ്യതയുണ്ട്. 3, നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ബോക്സ് നമ്മൾ എത്ര പ്രാവശ്യം ഒരു ദിവസം വണ്ടി ഓടിച്ചു, അത് എങ്ങനെ ഓടിച്ചു എന്നുള്ള കണക്ക് കൃത്യമായി നമ്മുടെ ഇൻഷുറൻസ് പ്രൊവൈഡർക്ക് കൊടുക്കുന്നതാണ്. 4, പിന്നെ ഈ ബ്ലാക്ക് ബോക്സ് ഫിറ്റ് ചെയ്യുന്ന ചാർജും അതുപോലെ മെയിൻ്റനൻസ് ചെയ്യുന്ന ചാർജും, ഇനി വണ്ടി മാറിയാൽ ആ വണ്ടിയിലോട്ട് മാറ്റുന്ന ചാർജും ഒക്കെ നമ്മുടെ കയ്യിൽ നിന്നും എക്സ്ട്രാ ആയി കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലാക്ക് ബോക്സ് അല്ലെങ്കിൽ ടെലിമാറ്റിക്സ് ഇൻഷുറൻസ് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നു തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ എന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യാനും മറക്കണ്ട. താങ്ക്